വലിയൊരു വിജയത്തിൻ്റെ വാർത്തയുമായിട്ടാണ് ഇന്നത്തെ പത്രമാധ്യമങ്ങൾ നമുക്ക് മുന്നിലെത്തിയത്. കഴിഞ്ഞ 111 ദിവസമായി അമേരിക്കയും സയനിസ്റ്റ് രാഷ്ട്രവും കൂടി ഇറാനെതിരെ നടത്തിക്കൊണ്ടിരുന്ന യുദ്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. യുദ്ധവിരാമത്തിൻ്റെ സമാധാന കരാറിൽ അമേരിക്കയുടെയും ഇറാൻ്റെയും രാഷ്ട്രതലവന്മാർ ഒപ്പുവച്ചു എന്ന വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. വലിയ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. ഇതൊരു വിജയവും കൂടിയാണ്. ലോകവൻശക്തിയായ അമേരിക്കയെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു മിഥ്യാധാരണ തിരുത്തപ്പെട്ടിരിക്കുകയാണ്. 111 ദിവസം യുദ്ധം ചെയ്തിട്ടും ഇറാനെ തോൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. അള്ളാഹുവിൻ്റെ വലിയൊരു സഹായം കൊണ്ടാണ് അമേരിക്കയ്ക്കെതിരെ ഇറാന് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. ഈ അള്ളാഹുവിൻ്റെ സഹായവും വിജയവും ലഭിച്ചത് ഇതൊരു മുഹറം മാസത്തിലാണ് എന്നുള്ള സവിശേഷത കൂടിയുണ്ട്. മുഹറം നിരവധി വിജയങ്ങളുടെയും നിരവധി പോരാട്ടങ്ങളുടെയും വിമോചന സമരങ്ങളുടെയും ചരിത്രങ്ങൾ പറയുന്ന ഒരു മാസമാണ്. മുഹറം, പ്രത്യേകമായി മുഹറം 10 നിരവധി പ്രവാചകന്മാർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായങ്ങൾ ലഭിച്ചൊരു ദിനമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുഹറം 10 കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദിവസം എന്നാണ്. ഇന്ന ആഷൂറാ യൗമുൻ മിൻ അയ്യാമില്ലാഹി തആല, തീർച്ചയായും മുഹറം 10 ആഷൂറാ ദിനം അത് അള്ളാഹുവിൻ്റെ ദിനങ്ങളിൽപ്പെട്ട ഒരു ദിനമാണ്. അള്ളാഹുവിൻ്റെ ദിനം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിച്ച ദിനം, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം ലഭിച്ച ദിനം, അള്ളാഹു ഭൂമിയിൽ പ്രത്യേകമായ ഇടപെടൽ നടത്തിയ ദിനം എന്നുള്ള അർത്ഥത്തിലാണ് അള്ളാഹുവിൻ്റെ ദിനം എന്ന് പറയുന്നത്. ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം കൊണ്ട് വിശ്വാസികൾക്ക് വിജയം ലഭിച്ച നിരവധി ചരിത്രങ്ങളാണ് മുഹറം 10 നമ്മോട് പറയുന്നത്. അതിൽ പ്രധാനമായൊരു ചരിത്രമാണ് ഈജിപ്തിലെ ബനു ഇസ്രായേലികൾക്ക് അള്ളാഹു പ്രത്യേകമായ സഹായവും വിജയവും നൽകിയ ചരിത്രം. മൂസ നബി അലൈഹി ഇസ്ലാമിനെ ബനു ഇസ്രായേലിയുടെ വിമോചനത്തിന് വേണ്ടി ഈജിപ്തിലേക്ക് അള്ളാഹു അയക്കുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് ഇബ്രാഹിമിൽ 5-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്: വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ അൻ അഖ്രിജ ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂർ. തീർച്ചയായും മൂസ നബി അലൈഹി ഇസ്ലാമിനെ തൻ്റെ ദൃഷ്ടാന്തങ്ങളുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയാണ്? അൻ അഖ്രിജ ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂർ. ആ ബനു ഇസ്രായേലിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി. അതുപോലെ വദക്കിറുഹും ബിഅയ്യാമില്ലാ, അള്ളാഹുവിൻ്റെ ദിനങ്ങളെക്കുറിച്ച് അവരെ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടി. പതിറ്റാണ്ടുകളോളം അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗമായിരുന്നു ഈജിപ്തിലെ ബനു ഇസ്രായേലിയർ. ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറോവ ചക്രവർത്തിയുടെ നിഷ്ഠൂരമായ മർദ്ദനങ്ങൾക്കും ക്രൂരതകൾക്കും അടിച്ചമർത്തലുകൾക്കും വിധേയമായ ഒരു ജനവിഭാഗം. ആ ജനവിഭാഗത്തിന് സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയാണ് മൂസ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു അയച്ചത്. വദക്കിറുഹും ബിഅയ്യാമില്ലാ, അള്ളാഹുവിൻ്റെ സഹായം അവർ നിങ്ങൾക്ക് വന്നെത്തും. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായവും വിജയവും വിമോചനവും നിങ്ങൾക്ക് വന്നെത്തുമെന്ന് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി മൂസ നബി അലൈഹി ഇസ്ലാമിനെ ആ ജനതയിലേക്ക് അള്ളാഹു അയച്ചു. എന്നാൽ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ, ഈ ഒരു സുവിശേഷം മൂസ നബി അലൈഹി ഇസ്ലാം ബനൂ ഇസ്രായേൽക്ക് അറിയിച്ച സുവിശേഷം, അത് മികച്ച ക്ഷമയും നന്ദിയുമുള്ളവർക്ക് അതിൽ വലിയ ഗുണപാഠമുണ്ട്. ക്ഷമയുള്ളവർക്കാണ് അതിൽ ഗുണപാഠമുള്ളത്. കാരണം ക്ഷമയുടെ കനൽപദങ്ങൾ താണ്ടി മുന്നോട്ട് പോകുന്നവർക്കാണ് അവസാനം വിജയത്തിൻ്റെ വഴി തുറക്കുകയുള്ളൂ. അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്ദിയോടെ നിലകൊള്ളുന്നവർക്കും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായവും വിജയവും ലഭിക്കുന്നതാണ് എന്നുള്ളൊരു പാഠമാണ് ഈ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ബനൂ ഇസ്രായേലുടെയും ചരിത്രത്തിൽ നിന്ന് മനുഷ്യരാശിക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ
ഈ ആഷൂറാ ദിനത്തെ മുഫസ്സിരീങ്ങളെല്ലാം പ്രത്യേകതയുള്ള ഒരു ദിനമായി എണ്ണിയിട്ടുണ്ട്. മുഹറം 10 എന്നുള്ളത് ഒരു വിജയത്തിൻ്റെ സുദിനമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. നിരവധി വിജയങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ബനു ഇസ്രായേൽക്ക് മൂസാ നബി അലൈഹി സ്വലാമിന് ലഭിച്ച വിജയം. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നതിന് വേണ്ടി, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിൽ മനുഷ്യരെ നയിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയക്കുമ്പോഴും ആ പ്രവാചകന്മാർക്കെല്ലാം ഒരു പ്രതിയോഗികൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കെതിരെ ഓരോ പ്രതിയോഗികൾ, ബാത്തിലിൻ്റെ കക്ഷികൾ രംഗത്ത് വന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അയച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെതിരെ നമ്രൂദ് രംഗത്ത് വന്നു. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാമിനെതിരെ ഫിർഔൻ രംഗത്ത് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ അബൂജഹൽ രംഗത്ത് വന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെതിരെ യസീദ് രംഗത്ത് വന്നു. ഇങ്ങനെ അന്ത്യനാൾ വരെ ഇനി ദജ്ജാൽ ഭൂമിയിലേക്ക് കടന്നു വരും. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിനെതിരെയായിരിക്കും ദജ്ജാലിൻ്റെ പോരാട്ടം. ആ ദജ്ജാലിനെ വധിച്ചുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാം മനുഷ്യരാശിക്ക് വിമോചനം നേടിക്കൊടുക്കുന്നത്. അപ്പോൾ ഈ പോരാട്ടത്തിൽ ആത്യന്തികമായ വിജയം ആർക്കായിരിക്കും? ഈ സത്യത്തിൻ്റെ കക്ഷികളും ബാത്തിലിൻ്റെ കക്ഷികളും തമ്മിലുള്ള പോരാട്ടം അത് അവിരാമമായി അന്ത്യനാൾ വരെ തുടരുക തന്നെ ചെയ്യും. അതാണ് ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഈ പോരാട്ടത്തിൽ ആത്യന്തികമായ വിജയം ആർക്കായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല അസന്നിഗ്ധമായി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. സൂറത്തുൽ ഗാഫിറിൽ 51-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ, തീർച്ചയായും നമ്മുടെ പ്രവാചകന്മാരെയും വിശ്വാസികളെയും നാം സഹായിക്കുന്നതാണ്. ഫിൽ ഹയാത്തി ദുനിയ വൽ ആഖിറ, ഐഹിക ജീവിതത്തിലും വയൗമ യഖൂമുൽ അഷ്ഹാദ്, സാക്ഷികൾ വന്നെത്തുന്ന അന്ത്യനാളിലും നാം അവരെ സഹായിക്കുന്നതാണ്, വിശ്വാസികളെ സഹായിക്കുന്നതാണ്, നമ്മുടെ പ്രവാചകന്മാരെ സഹായിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറയുകയാണ്. ഈ ഒരു അള്ളാഹുവിൻ്റെ സഹായത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടാണ് വിശ്വാസികൾ എപ്പോഴും മുന്നോട്ട് പോകേണ്ടത്. വിശ്വാസികളുടെ ജീവിതത്തിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും. അതൊരു പക്ഷേ വ്യക്തിപരമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയമായ പ്രതിസന്ധികളായിരിക്കാം. ഏത് രീതിയിലുള്ള പ്രതിസന്ധികളായാലും പ്രശ്നങ്ങളായാലും ആ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എല്ലാം അതിജീവിക്കുന്നതിന് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മുഹറം 10 നമ്മോട് വിളിച്ചു പറയുകയാണ്. ഈജിപ്തിൽ അടിച്ചമർത്തപ്പെട്ട ബനു ഇസ്രായേലിയർ, അവർക്കെതിരെ ഫിർഔൻ നടത്തിയ ക്രൂരതകൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. തുല്യതയില്ലാത്ത ക്രൂരതകളാണ് ഫിർഔനും ഫിർഔനിൻ്റെ സമൂഹമായ കിബിത്തികളും നടത്തിയത്. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന ഫിർഔന അലാ ഫിൽ അർള്, ഭൂമിയിൽ ഫിർഔൻ അഹങ്കാരം നടിച്ചു. വജഅല അഹ്ലഹാ ശിയഅ, തൻ്റെ ജനതയെ, തൻ്റെ രാജ്യത്തെ ജനങ്ങളെ അവൻ ഭിന്നിപ്പിച്ചു, വിവിധ കക്ഷികളാക്കി, അങ്ങനെ തമ്മിലടിപ്പിച്ചു, ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ് ഉണ്ടായത്. യസ്തദഇഫു ത്വാഇഫതൻ മിൻഹും, അവരിൽ ദുർബലരെ അടിച്ചമർത്തി. യുദബ്ബിഹു അബ്നാഅഹും, അവരിലെ ആൺകുഞ്ഞുങ്ങളെ അറുകൊല ചെയ്തു. അതിൻ്റെ കാരണം എന്താണ്? ചരിത്രത്തിൽ നമുക്കതറിയാം, പഠിക്കാൻ കഴിയുന്നതാണ്. ബനു ഇസ്രായേലിൽ ഫിർഔനിൻ്റെ രാജാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഫിർഔന് രാജാധികാരം നഷ്ടപ്പെടുത്തുന്ന ഒരു കുട്ടി പിറക്കുമെന്ന് സ്വപ്നം കാണുകയുണ്ടായി ഫിർഔൻ. അന്ന് മുതലാണ് ബനു ഇസ്രായേലിൽ സ്ത്രീകൾ പ്രസവിക്കുന്ന ഓരോ നവജാത ശിശുവിനെയും നിഷ്ഠൂരമായി കൊല്ലുവാൻ സൈന്യത്തിന് ഉത്തരവ് നൽകിയത്. വയസ്തഹീ നിസാഅഹും, അപ്പോൾ സ്ത്രീകളെ, പെൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ നാശകാരിയായിരുന്നു, ഭൂമിയിൽ വലിയ നാശവും കുഴപ്പവും സൃഷ്ടിച്ച ഒരു മനുഷ്യനായിരുന്നു, ഒരു രാജാവായിരുന്നു ഈ ഫിർഔൻ എന്നുള്ളത്. ആ ഫിർഔനിൻ്റെ അടിച്ചമർത്തലുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മൂസാ നബി അലൈഹി സ്വലാം 6 ലക്ഷം അനുയായികളുമായിട്ടാണ് ആ ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്ത് ഫലസ്തീനിലേക്ക് പലായനം ചെയ്തു. അങ്ങനെ പലായനം ചെയ്ത് ചെങ്കടലിൻ്റെ തീരത്ത് എത്തിയപ്പോൾ
പിന്നിൽ നിന്ന് ഒരു വലിയ ആരവം കേൾക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ സൈന്യവുമായി ഫിർഔൻ തങ്ങളെ പിടികൂടുന്നതിന് വേണ്ടി കടന്നു വരികയാണ്. ഒരു രാത്രി ആരോരും അറിയാതെയാണ് ഫിർഔന്റെ ഈ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മൂസാ നബി അലൈഹി സ്വലാമും ബനൂ ഇസ്രായേലും പുറപ്പെട്ടത്. പക്ഷെ രഹസ്യമായി ആ പുറപ്പാട് അറിഞ്ഞു. അങ്ങനെ ഫിർഔൻ ആ മൂസാ നബി അലൈഹി സ്വലാമിനെയും അനുയായികളെയും പിടികൂടുന്നതിന് വേണ്ടി പുറപ്പെട്ടത് 16 ലക്ഷം സൈന്യങ്ങളുമായിട്ടായിരുന്നു. ചെങ്കടലിന്റെ തീരത്തെത്തി മൂസാ നബി അലൈഹി സ്വലാമും ബനൂ ഇസ്രായേലും തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ നിന്ന് വലിയൊരു ആരവം കേൾക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഫിർഔനും സൈന്യവും തങ്ങളെ പിടികൂടുന്നതിന് വേണ്ടി കടന്നു വരികയാണ്. അപ്പോൾ എല്ലാവരും ഭയചകിതരായി പോയി. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഭയപ്പെടേണ്ട, അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്നതാണ്. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 214 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. പ്രവാചകനും തൻ്റെ കൂടെയുള്ള അനുയായികളും എപ്പോഴാണ് ഈ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുക എന്ന് പറഞ്ഞു പോകാമാർ അവർ ഭയചകിതരാക്കപ്പെട്ടു, വിറപ്പിക്കപ്പെട്ടു. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സന്തോഷ വാർത്ത, സുവിശേഷം അവർക്ക് ലഭിച്ചു. അല ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹുവിൻ്റെ സഹായം ഇതാ സമീപസ്ഥമായിരിക്കുന്നു, അള്ളാഹുവിൻ്റെ സഹായം ഇതാ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞു, വഇദ് ഫറഖ്നാ ബികുമുൽ ബഹറ ഫഅൻജയ്നാകും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ. നിങ്ങൾ നോക്കി നിൽക്കെ മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ കയ്യിലുള്ള അത്ഭുത വടി കൊണ്ട് ചെങ്കടലിൽ അടിച്ചപ്പോൾ ചെങ്കടൽ രണ്ടായി പിളർന്നപ്പോൾ ആ ചെങ്കടലിന്റെ മധ്യ രൂപപ്പെട്ട വഴിയിലൂടെ മൂസാ നബി അലൈഹി സ്വലാമിനെയും അനുയായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയപ്പോൾ ഫിർഔനും പട്ടാളക്കാരും ആ വഴിയിലേക്ക് കടന്നപ്പോൾ വീണ്ടും മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ ചെങ്കടൽ അടിച്ചപ്പോൾ ചെങ്കടൽ ഒന്നായി ചേർന്നു. അവിടെ പിന്നെ വഴിയുണ്ടായില്ല. ആ ചെങ്കടലിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ പ്രതിയോഗിയായ ഫിർഔനും 16 ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാരും മുങ്ങി ചത്തുപോകുകയുണ്ടായി. അങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം അവർക്ക് ലഭിച്ചത്. അങ്ങനെ ആ ചെങ്കടലിൽ മുങ്ങി ചത്തുപോയ ഫിർഔന്റെ ജഡം AD 1898 ചെങ്കടലിൽ നിന്ന് വീണ്ടെടുക്കുകയുണ്ടായി. ഇത് വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രവചനത്തിന്റെ പുലർച്ചയായിരുന്നു. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവചിക്കുകയുണ്ടായി, ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയതൻ. പിൻഗാമികൾക്ക് ദൃഷ്ടാന്തമാകുന്നതിന് വേണ്ടി നിന്റെ ജഡത്തെ നാം സംരക്ഷിക്കുന്നതാണ്. മത്സ്യങ്ങൾ തിന്നുപോകാതെ, സ്രാവുകൾ വെട്ടി വിഴുങ്ങാതെ, തിമിംഗലങ്ങൾക്ക് ഭക്ഷണമാകാതെ, പുഴുക്കൾ തിന്ന് ജീർണിച്ചു പോകാതെ നിന്റെ ശരീരത്തെ നാം സംരക്ഷിക്കുന്നതാണ്. ലോകത്ത് കടന്നു വന്ന എല്ലാ ഏകാധിപതികൾക്കും സ്വച്ഛാധിപതികൾക്കും അക്രമികൾക്കും പാഠമാകുന്നതിന് വേണ്ടി എല്ലാ ഏകാധിപതികളുടെയും സ്വച്ഛാധിപതികളുടെയും അക്രമികളായ ഭരണാധികാരികളുടെയും പതനം അനധിവിദൂര ഭാവിയിൽ സംഭവിക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഫിർഔനിന്റെ ദുരന്ത പര്യവസാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇത് പ്രവചിക്കുകയുണ്ടായി. ഇത് പറയുകയുണ്ടായി, വഇന്ന കസീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. എന്നാൽ ജനങ്ങളിൽ അധിക ആളുകളും ഈ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അശ്രദ്ധരാണ്, മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെ വിശുദ്ധ ഖുർആന്റെ പ്രവചനം പുലർന്നു. 1898 ഫിർഔന്റെ ജഡം ചെങ്കടലിൽ നിന്ന് കണ്ടെടുക്കപ്പെടുകയുണ്ടായി. ഇന്നും ആ ജഡം ഈജിപ്തിലെ കെയ്റോ ആർക്കൈവ് മ്യൂസിയത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈജിപ്ത് സന്ദർശിക്കുന്നവർക്ക്, കെയ്റോ സന്ദർശിക്കുന്നവർക്ക് ഈ ഫിർഔന്റെ ജഡം ഇന്നും കാണാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ മുഅ്ജിസത്താണിത്. ഖുർആനിൻ്റെ പ്രവചനം ഇതിലൂടെ പുലർന്നിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ രീതിയിൽ വർത്തമാനകാലത്തും നമുക്ക് നിരവധിയായ ഫിർഔനുമാരെയും നമ്രൂദുമാരെയും എല്ലാം കാണാൻ കഴിയുന്നു. മനുഷ്യരെ അടിച്ചമർത്തുകയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും നിഷ്ഠൂരമായ അക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന അക്രമികളായ ഭരണാധികാരികളുടെ തേർവാഴ്ചകൾ ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ തേർവാഴ്ചകൾ അധികകാലം നീണ്ടു നിൽക്കുകയില്ല എന്നുള്ളതാണ് ഫിർഔൻ നമ്മോട് പറയുന്നത്. മുഹറം 10 നമ്മോട് വിളിച്ചു പറയുന്നതാണ്. അവിടെ തേർവാഴ്ചകളെല്ലാം അധികകാലം നീണ്ടു നിൽക്കുകയില്ല. വിദൂരമല്ലാത്ത ഭാവിയിൽ അള്ളാഹു അവരെ പിടികൂടുക തന്നെ ചെയ്യും. എല്ലാ അക്രമികളെയും അള്ളാഹു പിടികൂടുന്നതാണ്. ഇറാന്റെ വിജയത്തിലൂടെ അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ മുഹറം മാസത്തിൽ തന്നെ ഇറാന് അള്ളാഹു വലിയ വിജയം നൽകിയിരിക്കുന്നു.
അമേരിക്ക ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചപ്പോൾ, ഇസ്രായേലിൻ്റെ ആക്രമണം ഇറാനെതിരെ ഉണ്ടായപ്പോൾ എല്ലാവരും പറഞ്ഞു അധികം വൈകാതെ തന്നെ ഇറാൻ തകർന്ന് തരിപ്പണമാകും, ഇനി ഇറാൻ ഉണ്ടാവുകയില്ല. പക്ഷേ 111 ദിവസം യുദ്ധം ചെയ്തിട്ടും അമേരിക്കയ്ക്ക് ഇറാനെ തകർക്കാൻ കഴിഞ്ഞില്ല. ഇറാൻ അതിശക്തമായി ചെറുത്തുനിൽപ്പ് നടത്തി പിടിച്ചു നിന്നു. തങ്ങളെ തകർക്കാൻ കഴിയില്ലെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. വലിയൊരു വിജയമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സഹായം ഈ വർത്തമാനകാലത്തും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുകയാണ്. ഇറാനിലൂടെ വിജയത്തിലൂടെ, ഇറാന് ലഭിച്ച വിജയത്തിലൂടെ നമുക്ക് അതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായമാണ് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. എങ്ങനെയാണ് ഇറാൻ വിജയിച്ചത്, എങ്ങനെയാണ് ഇറാൻ അതിജീവിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ അത്യാധുനിക ആയുധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ലോകവൻശക്തിയായ അമേരിക്ക ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത്, ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത്. എന്നാൽ ഈ ആക്രമണങ്ങളെല്ലാം അതിശക്തമായി പ്രതിരോധിക്കാൻ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം കൊണ്ടാണ് ഇറാന് സാധിച്ചത്. ഈ ഇറാൻ്റെ ഒരു വിജയം നമുക്ക് വലിയ സന്തോഷം പകരുന്നു. മുഹറം മാസത്തിലാണ് ഈ വിജയം ഉണ്ടായത് എന്നുള്ളതും യാദൃച്ഛികമല്ല. അള്ളാഹുവിൻ്റെ സഹായം പ്രത്യേകമായി ലഭിക്കുന്ന ഒരു മാസമാണ് മുഹറം മാസം. മുഹറം 10, പ്രത്യേകമായിട്ട് മുഹറം 10 എന്നുള്ള ഈ ദിവസം കടന്നു വരികയാണ് നമ്മിലേക്ക്. ഈ ഹിജ്റ 1448 മുഹറം 9, 10 അടുത്ത വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ്. അന്ന് പ്രത്യേകമായ നോമ്പ് സുന്നത്താണ്. ആ നോമ്പ് സുന്നത്താക്കാനുള്ള കാരണം എന്താണ്? ബനൂ ഇസ്രായേലരെ ഫിർഔനിന്റെ അടിച്ചമർത്തലുകളിൽ നിന്ന് മൂസ നബി അലൈഹി സ്വലാം വിമോചിപ്പിച്ചത് മുഹറം 10-നായിരുന്നു. അതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ജൂതന്മാർ നോമ്പനുഷ്ഠിച്ചു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലെത്തിയപ്പോൾ അവിടുത്തെ ജൂതന്മാർ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇന്ന് നോമ്പനുഷ്ഠിക്കുന്നത്? അപ്പോൾ ആ ജൂതന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു വിജയം നൽകിയതിന്, വിമോചനം നൽകിയതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് നോമ്പനുഷ്ഠിക്കുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് വിശ്വാസികളോട് പറഞ്ഞു, മൂസ നബി അലൈഹി സ്വലാമിനോട് ജൂതന്മാരെക്കാൾ കൂടുതൽ കടപ്പാടുള്ളതും ബന്ധപ്പെട്ടതും മുസ്ലിങ്ങൾക്കാണ്, നമ്മൾക്കാണ്. അതുകൊണ്ട് നമ്മൾ മുഹറം 10 അടുത്ത വർഷവും ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നതാണ്, മുഹറം 9 കൂടി നോമ്പനുഷ്ഠിക്കുന്നതാണ്. അങ്ങനെ മുഹറം 9-നും 10-നും നോമ്പനുഷ്ഠിക്കൽ സുന്നത്തായിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കടന്നു വരുന്ന ഈ മുഹറം 9-നും 10-നും നോമ്പനുഷ്ഠിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ കരുതുന്നത് ഭൗതികമായ സംവിധാനങ്ങൾ കൊണ്ട് വിജയിക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെ ഒരു ധാരണ പലർക്കും ഉണ്ടായിരുന്നു. ഈ ഇറാൻ അമേരിക്കയ്ക്കെതിരെ വിജയം നേടിയപ്പോൾ ആ ഒരു ധാരണ തിരുത്തപ്പെട്ടിരിക്കുകയാണ്. അറബ് രാഷ്ട്രങ്ങൾ കരുതിയത് അമേരിക്ക തങ്ങളെ സംരക്ഷിക്കുമെന്നാണ്. അമേരിക്കയുടെ അത്യാധുനികമായ സംവിധാനങ്ങൾ തങ്ങളെ രക്ഷിക്കുമെന്ന് തെറ്റിദ്ധരിച്ചു പോയ ഒരു വിഭാഗമാണ് അറബി രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ, അറബി രാഷ്ട്ര ഭരണാധികാരി. എന്നാൽ അവരുടെ ആ തെറ്റിദ്ധാരണ തിരുത്തപ്പെട്ടിരിക്കുകയാണ്. ഇറാന്റെ അതിശക്തമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അറബ് രാഷ്ട്രങ്ങൾക്ക് സാധിച്ചില്ല. അറബ് രാഷ്ട്രങ്ങൾ തങ്ങളുടെ രാജ്യത്ത് മിലിറ്ററി സ്പേസുകൾ തുറക്കുവാൻ അമേരിക്കയ്ക്ക് സൗകര്യമൊരുക്കി കൊടുത്തത് എന്തിൻ്റെ പേരിലായിരുന്നു? അവരെ സംരക്ഷിക്കുമെന്ന് കരുതിയിട്ട്. എന്നാൽ സംരക്ഷിക്കപ്പെട്ടില്ല, സംരക്ഷണം ലഭിച്ചില്ല. നിരവധി വിമാനത്താവളങ്ങൾ തകർക്കപ്പെട്ടു, മിലിറ്ററി സ്പേസുകൾ നിശേഷം തകർക്കപ്പെട്ടു. അമേരിക്ക അവിടെ രക്ഷിക്കുവാനോ സഹായിക്കുവാനോ സാധിച്ചില്ല എന്നുള്ളതാണ്. വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ലോകവൻശക്തിയുടെയോ ഭൗതിക സംവിധാനങ്ങളുടെയോ സഹായം കൊണ്ട് വിജയിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കുകയില്ല എന്ന് ഈ സംഭവത്തിലൂടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്, തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് മുഹറം 10 നമ്മോട് പറയുന്നത്, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹുവിൻ്റെ സഹായം സമീപസ്ഥമായിരിക്കുന്നു. വർത്തമാനകാലത്ത് നമ്മൾ വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അസ്തിത്വ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു, സാംസ്കാരികമായ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തും വലിയ പ്രതിസന്ധികൾ കടന്നു വരുമെന്നുള്ള ആശങ്കകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹുവിൻ്റെ സഹായം ഇതാ നമ്മെ സമീപിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സഹായം സമീപസ്ഥമാണ്, അകലെയല്ല. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്.
വയുസബ്ബിത് അഖ്ദാമക്കും, ഈ പ്രതിസന്ധികൾ തളർന്നു പോകാതെ, തകർന്നു വീഴാതെ, പതറിപ്പോകാതെ, അടിപതറാതെ ഉറച്ചു നിൽക്കുവാൻ, ജ്വലിച്ചു നിൽക്കുവാൻ, വിജയത്തിലേക്ക് മുന്നേറുവാൻ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് ഈ മുഹറം 10 നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വിജയത്തിലേക്ക് എത്താൻ നമുക്ക് വർത്തമാനകാല പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, താങ്കളെ സൃഷ്ടിച്ച താങ്കളുടെ രക്ഷിതാവിന്റെ നാമത്തിൽ താങ്കൾ വായിക്കുക എന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം ഈ അവസരത്തിൽ നമ്മൾ സ്മരിക്കേണ്ടതാണ്. ഈ വിശുദ്ധ ഖുർആനിന്റെ വായനയും ഇവിടെയും പഠനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പ്രാധാന്യമാണ് ഈ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഖുർആന്റെ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഒരു അധ്യാപനവുമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ അധ്യാപനങ്ങളിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതാണ് വിജയത്തിൻ്റെ വഴി എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ വായനാ ദിനത്തിൽ ഈ ഒരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, അങ്ങനെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.